ഞങ്ങൾ വന്ന് നേരെ റൂം ടൂർ ചെയ്യുവാണ്. നിൽക്കുവാണ് ഗൈസ്. ഞാൻ കണ്ണടച്ച് തന്നെ നിൽക്കുക. എൻ്റെ കണ്ണു പോയത് ഇങ്ങോട്ടേക്കാണ്. എക്സ്പെക്റ്റഡ് ബാൽക്കണി. അയ്യോ എല്ലാവരും നോക്കുന്നു ഗൈസ്. ഇനി അവർ വേറെ തെറിയാണെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ തീർന്നു. ഇവനിവിടെ പാത്രം കഴുകി എത്തിയിട്ട് ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റിയാക്റ്റീവ്സ്. സോ ഈ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ നമ്മൾ ക്രാബിൽ വന്നിട്ട് ഏതൊക്കെ ഹോട്ടൽസിലാണ് സ്റ്റേ ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 3 ഹോട്ടൽസാണ് സോഫാർ എനിക്ക് ആസ് ഫാർ ആസ് ഐ നോ 3 ഹോട്ടൽസാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ ഹോം ടൂർ അല്ലെങ്കിൽ എന്താ പറയുക റൂം ടൂർ പോലെയാണ് നമ്മൾ റൂം ടൂറാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേ. ഈ സ്റ്റേയുടെ പേര് ഇൻഫിനിറ്റി ഔനങ് ഹോട്ടൽ എന്നാണ്. ഇത് ക്രാബി സെന്ററിൽ തന്നെയാണ്. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ ഈ റൂമിന്റെ ഹോം ടൂറാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം കമേൻ. ഇനിയുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾ അഭിഷേക് ബാക്കിലും എന്നെ ആയിരിക്കും ഫ്രണ്ടിലും കാണുന്നത്. ഒബ്വിയസ് ആണ്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ അന്തം വിട്ട് കുന്തം പോയിരിക്കുകയാണ് ഞാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സെക്ഷനിൽ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വലിയ ക്യൂട്ടായിട്ട് തോന്നി. ആൻഡ് ഇവിടെ അവർ കുറേ കാര്യങ്ങൾ എന്താ പറയുക മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഞാൻ ഒരു ഹോട്ടൽസിലും ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ കാണാത്ത കുറേ സ്പെസിഫിക് സാധനങ്ങൾ കണ്ടു. അതാണ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ അംബ്രല്ല നോട്ട്സ് ചെയ്ത് കാണും. ഇപ്പോൾ ക്രാബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൺസൂൺ ടൈമാണ്. നമ്മൾ വന്ന് ലാൻഡ് ചെയ്തപ്പോഴും നമുക്ക് റെയിനിങ് ആയിരുന്നു. അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു സംഭവം ഇതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സി ഇത് നമ്മൾ ഹോളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ടാക്സിലേക്ക് ടോർച്ച്. ഇത് നമ്മുടെ ക്യൂട്ടി ബാഗ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് ഇതൊരു വാഷ്റൂം സെഷൻ. ലൈക്ക് സെൻസർ മിററാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് ഭയങ്കര ടയർഡായിട്ടാണ് വന്നത്. പക്ഷേ റൂം കണ്ടപ്പോൾ ഇറ്റ്സ് സോ റിഫ്രഷിങ്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ. ആൻഡ് ഇവിടെ നല്ലൊരു വാഷ് ഷവർ ഉണ്ട്. താഴെ നമുക്ക് പൂളുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ മെയിൻ പ്ലേസ് ഗൈസ്. ഞങ്ങൾ വന്ന് നേരെ റൂം ടൂർ ചെയ്യുകയാണ്. അടിപൊളി. ആൻഡ് ഇവിടെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ അത് പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് റീഡിങ് ലാമ്പ് ബോത്ത് സൈഡ്സിലുണ്ട്. അറേഞ്ച്മെന്റ്സ്, ആ പില്ലോൻ്റെ അറേഞ്ച്മെന്റ്സ്, ആ ഒരു എസ്തെറ്റിക്സ്, ഈ കളർ തീം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഗുഡ് വിത്ത് ദി വാം ലൈറ്റ്സ് മൊത്തത്തിൽ. ആൻഡ് കമ്മിങ് ഹിയർ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ലോക്കറുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ നല്ല വിശന്ന് തന്നെയായിരുന്നു വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടിൽ വാട്ടേഴ്സ് ആൻഡ് ഓൾ. And here is a fridge, and this cute fridge has some Thai. അഭി പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. കുറച്ച് ദിവസം വയ്ക്കുമ്പോൾ ഫ്രെയിമിൻ്റെ ബാക്കിലായിരിക്കും ഗൈസ്. സോ അതാണ്. ഇതിന് 2-3 മോഡ്സ് ഉണ്ട്. പിന്നെ ഓക്കെ ഇനി ഭയങ്കര എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ താഴെ പൂളാണ് ഗൈസ്. ആൻഡ് അഭി ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു നമുക്ക് താഴെ ഒരു പൂളുള്ള വില്ല ഉണ്ടായിരുന്നു. മേളിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ദിവസത്തേക്ക് എന്തിനാ പൂളൊന്നും വേണ്ട, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എനിക്ക് ഒരു സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ റിഗ്രറ്റ് ചെറുതായിട്ട്. പക്ഷേ സ്റ്റിൽ ഇതെന്ന് പറഞ്ഞാൽ പൂൾ വ്യൂ ആണ് ബാക്കിലേക്ക്. ഇതൊരു വ്യൂ നൈസ് ആണ്. വെരി പ്ലീസിങ്. ഇവിടുന്നുള്ള വ്യൂ ആണ്. ഇവിടെ താഴെ പ്രൈവറ്റ് പൂളുള്ള റൂമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വിൽക്കാന്ന്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് 2 പൂൾസ് ഉണ്ട്. ഏറ്റവും മേലെ 6th ഫ്ലോറിൽ ഒരു പൂളുണ്ട്, 2 പൂളുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് വി ഹാവ് ഓൺലി 2 days. അപ്പോൾ ഇടാം. ആൻഡ് കമോൺ ഹൈലൈറ്റിലേക്ക് ഓൺ ചെയ്തോ. മെയിൻ പാർട്ട് ഞാൻ റൂമിലോട്ട് കയറിയപ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് ഇതാണ്. ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം?
ഇല്ല അതായിട്ടില്ല. കാരണം ഇത് ഫസ്റ്റ് ഹോട്ടലിൻ്റെ ആണ്. ഇനി അഭി എന്തൊക്കെ സർപ്രൈസസ് വെച്ചിരിക്കുന്നതെന്ന് കൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ശരി ഗൈസ്, ബൈ. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേ ആണ്. ഇത് വന്നിട്ട് ഫസ്റ്റ് സ്റ്റേ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു അഭി? ഓക്കെ, ഇവിടുത്തെ പേരുകളെല്ലാം ഇങ്ങനെയാണ് ഗൈസ്. അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ നിൽക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ കറക്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫി ഫി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ക്രൂസ് പിടിച്ച് ഔനങ്ങിൽ നിന്ന് ഫി ഫി ഐലൻഡിലേക്ക് വന്നു. ആൻഡ് ഇവിടുത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഒരു റിസോർട്ടിലാണ്. അവിടെ നമ്മൾ ഒരു ലക്ഷൂറിയസ് ഹോട്ടലായിരുന്നു. അത് അൾട്രാ റിച്ച് വേറെ ലെവലായിരുന്നു. അത് വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഇതെന്ന് പറയുന്നത് സിറ്റി സെൻറ്ററാണ്. ഒത്തിരി സ്റ്റെപ്പ് കയറിയാണ് നമ്മളിവിടെ എത്തിയത്. നമ്മുടെ ക്രാബി സെക്കൻഡ് ഡേ 2 വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങോട്ട് എത്താനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയും ടോപ്പിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് സം വ്യൂ അല്ലേ. അപ്പോൾ അഭി എന്തായാലും ചെറുതാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ ഗൈസ് ട്രസ്റ്റ് മീ, ഞാനിതിൻ്റെ ബാൽക്കണി കണ്ടിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ അത്ര ഇഗറാണ്. ബിക്കോസ് എനിക്കും ഇതിൻ്റെ ബാൽക്കണി കാണാൻ പറ്റുമെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. സോ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ പേരെന്താണ്? ഫി ഫി അർബോറിയൽ. ഓക്കെ, ഇങ്ങനെ എനിക്ക് അഭിജയം പറഞ്ഞു തരുന്നു കേട്ടോ. ചാച്ചി നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് പോകാം ചൂച്ചാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പഠിച്ചു കേട്ടോ. ഞങ്ങൾ വേറെ ഭാഷ പഠിച്ചു. ഇവൻ പോയി കണ്ടു കേട്ടോ ബാൽക്കണി. അയ്യോ എല്ലാവരും നോക്കുന്നു ഗൈസ്. ഇനി അവർ വേറെ തെറിയാണെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ തീർന്നു. ഇവനിവിടെ പാത്രം കഴുകാൻ എത്തിയിട്ട് നമ്മളിതൊരു സിമ്പിൾ റൂമാണ് നമ്മളെടുത്തത്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഇതിൻ്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കാനേ പോകുന്നില്ല. ഇന്ന് December 31st ആണ്. ദിസ് ഇസ് ന്യൂ ഇയർ. സോ നമ്മൾ 2 ദിവസത്തേക്കാണ് ഈ റൂം എടുത്തത്. 2 ദിവസം നമ്മളിവിടെ കിടക്കാൻ വല്ല വന്നു. അതല്ല നമ്മളിവിടെ ഇരിക്കാനേ പോകുന്നില്ല. താങ്ക് യു. ഓക്കെ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സൈലൻറ്റ് ഹോട്ടൽ. പക്ഷേ ഐ എം പ്രിറ്റി ഷുവർ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരിക്കും. അല്ലെങ്കിൽ അഭിയാൻ ഇത്രയും മണ്ടയ്ക്ക് കയറ്റിട്ടില്ലല്ലോ. സോ സിമ്പിളായിട്ടൊരു ബെഡും നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. കണ്ണാടി മീനും ചിങ്ങത്തിൽ കഞ്ഞണം. മാമ ഏട്ടായി വന്നു കിട്ടാനായി ഏട്ടായി വന്നു. ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മുടെ വ്യൂ. അപ്പോൾ ഇത്രയും ഞാൻ മല കയറി കുന്നും കയറി വ്യൂ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവനെ പഞ്ഞിക്കിടും. കാരണം എൻ്റെ പൊന്നു ഇവിടെ വന്ന് വിയർത്ത് കുളിച്ച് നമ്മൾക്ക് ഒരു 20 minutes AC ഇട്ട് ഇതിൻ്റെ അകത്ത് കിടക്കേണ്ടി വന്നു. ഒന്ന് ബാക്ക് ടു നോർമലാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് കയറത്തുള്ളൂ. എനിക്ക് കയറാം. ഈ വ്യൂ അതിന് വേർത്താണോ എന്ന് ഞാനിപ്പോൾ പറയാം. സെറ്റപ്പിന് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. പോവാം, തീർക്കാം. അടുത്തേക്ക്. ഓക്കെ, റെഡി, 1 2 3. കണ്ണടച്ച് തന്നെ നിൽക്കുവാണ് ഗൈസ്. ഞാൻ കണ്ണടച്ച് തന്നെ നിൽക്കുവാണ്. കണ്ണ് തുറന്ന് ഓ മൈ ഗോഡ്, അടിപൊളി. ഇവിടെ സൂപ്പർ വ്യൂ. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നോ. ഒരു ബർത്താണ് കാണാൻ പറ്റുന്നത്. നോക്ക് നിങ്ങൾ അതിൻ്റെ കളർ നോക്ക്, ഗ്രീൻ കളർ. നമ്മൾ ഗ്രീൻ കളർ അങ്ങ് കണ്ടില്ലല്ലോ അല്ലേ, ഗ്രീൻ ആൻഡ് ബ്ലൂ. സോ ഗൈസ് ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ നമ്മൾ കർട്ടൻ എല്ലാം മാറ്റി ആ വ്യൂ ഒക്കെ റിവീൽ ചെയ്തു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് കണ്ടത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, ഒരു കുട്ടി സെറ്റപ്പ്. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇനി നമ്മുടെ 3rd സ്റ്റേ, അതായത് ഫൈനൽ സ്റ്റേയിൽ കാണാം. സോ നിനക്ക് ഇഷ്ടപ്പെട്ടോ സ്റ്റേ? നീ വിചാരിച്ച പോലെ തന്നെയാണോ? പക്ഷേ സൂപ്പറാണോ?
അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സ്കാൻ യുവർ കീ ടു ലീവ് ദ കോസി ലൈഫ് എന്നാൽ മാത്രമേ അത് കൊള്ളാം അല്ലേ ആ സെറ്റപ്പ്. വി ആർ അൺലോക്കിംഗ് അവർ ലാസ്റ്റ് റൂം ഹിയർ. ഇവിടെ നമ്മൾ 2 ദിവസമുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്റ്റേയിൽ നമ്മൾ 2 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പെട്ടി പാക്ക് ചെയ്ത് ഓരോ റൂം ഭയങ്കര വിഷമം. അതിലെ ലാസ്റ്റ് സ്റ്റേ ആണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. സ്വിമ്മിംഗ് പൂൾ ഇവിടെയാണ്. നമ്മുടെ ഒരു റൂം അപ്പുറത്താണ് സ്വിമ്മിംഗ് പൂൾ. ഭയങ്കര സന്തോഷം. ഞാൻ കയറാമ്പോൾ അഭി ഒറ്റയ്ക്ക് കയറി എന്നിട്ട് പറഞ്ഞു നോട്ട് ആസ് ബിഗസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേ ബട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഞാൻ കയറി നോക്കട്ടെ ഗൈസ്. ബ്യൂട്ടിഫുൾ, അടിപൊളി, ഭയങ്കര ചെറിയ സൈസാ ബട്ട് സോ ഗുഡ്. ഡു നോട്ട് ഡിസ്റ്റർബ് ലിവിങ് ദ കോസി ലൈഫ്. അപ്പോൾ അതാണ് ഇവരുടെ ഒരു കോസി ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അധികം റൂം ടൂർ ചെയ്യാനൊന്നുമില്ല. ഇവിടെ ആകെപ്പാടെ ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ലെങ്ത് മിറർ അല്ല, ഫുൾ ലെങ്ത് മിറേഴ്സ് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ച. അല്ലെങ്കിൽ എല്ലാവരും നോക്കും ഞാൻ നിന്റെ ഫ്രണ്ട് നോക്കായിരുന്നു. ഇവൻ തന്നെ മാറി ടാനൊക്കെ അടിച്ച് നല്ല കുളമായി. പക്ഷെ അതൊക്കെ തിരിച്ചു വരും. നമ്മൾ വി ആർ ഓൺ വെക്കേഷൻ. അപ്പോൾ ഇവിടെ ചെറിയൊരു ടേബിളും ഡെക്കും നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഡ്രോവറും ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇത്രയും ചെറിയൊരു സ്പേസിൽ അവർ എല്ലാം മാക്സിമം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ട പോലെ ഇവിടെ ഇതൊരു ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റ്. നമുക്ക് പെട്ടെന്നൊന്ന് രാത്രിയിൽ എണീച്ചിട്ട് ബാത്റൂം പോകണമെങ്കിലോ എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ നമുക്ക് വി ക്യാൻ യൂസ് ദിസ്. അഭിജിത്ത് രാജീവ് അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കോസി സിമ്പിൾ സെറ്റപ്പ് ഒന്നും എടുക്കത്തില്ല. നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതിന് എനിക്കുണ്ട്. ഇവിടെ ഇത്രയും ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് എന്റെ കണ്ടുപോയത് ഇങ്ങോട്ടേക്കാണ്. എക്സ്പെക്റ്റഡ് ബാൽക്കണി, പക്ഷേ ഞാൻ വെളിയിൽ നിന്ന് കണ്ടായിരുന്നു ആക്ച്വലി ഗൈസ് ഇത് എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ ഒരു മാജിക്. സോ ഇതാണ് ഗൈസ് നമ്മുടെ കോസി വ്യൂ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ടോ? പകൽ അടിപൊളിയായിരിക്കും. നൈറ്റ് ലൈഫും അടിപൊളിയായിരിക്കും. നമ്മള് ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ലൈക്ക് ഇവിടുത്തെ ബിസി സ്ട്രീറ്റ്സ്. ഇത് നമ്മൾ സെന്ററിലാണ് കേട്ടോ ഗൈസ്. അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സെന്റർ, അവനാങ് സെന്റർ. സോ നിങ്ങൾ അവനാങ്ങിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ആൻഡ് റൂംസിന്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ദാറ്റ് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചെറുതാണ് പക്ഷേ നൈസ്. അത്യാവശ്യം ഒരു സ്വിം ചെയ്ത് വരുന്നത് നമുക്ക് റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇത് ഭയങ്കര പെർഫെക്റ്റ് വെക്കേഷൻ മോഡ്. ഇത്രയും നമ്മളിങ്ങനെ ഭയങ്കര കുറച്ച് ഹറിബറി ആയിരുന്നു ഇന്നലെയൊക്കെ. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ദാറ്റ്. ഞങ്ങളുടെ ചാനൽ കയറി നോക്കണം. തായ്ലൻഡിൽ ഒരുപാട് വ്ലോഗ്സ് ഉണ്ടാവും. എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.